എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം. ഇന്ന് ഞാൻ വേറിട്ട ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, സംഗീതം എന്നൊരു മഹത്തായ കലയാണ്. ഇന്ന് ലോകത്തുടനീളം നോക്കുകയാണെങ്കിൽ 150ഓളം വാദ്യോപകരണങ്ങൾ സംഗീതമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പ്രാഥമിക കണക്കുകൾ. എന്നാൽ നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ, നമ്മുടെ പന്തളം എന്നൊരു ദേശത്ത് 117ഓളം വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകൻ, ഒരു കലാകാരൻ നമ്മോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അതിശയം തന്നെയല്ലേ? അങ്ങനെ ഒരു കലാകാരനെ ഞാൻ ഈ അവസരത്തിൽ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം നിരവധി സ്റ്റേജുകൾ താണ്ടിയ ആളാണ്. നിരവധി വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്ത് ശ്രദ്ധയെ ആകർഷിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിരവധി അവാർഡുകൾ, അനുമോദനങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നമ്മുടെ ഈ ഗ്രൂപ്പ് വഴി പരമാവധി എല്ലാവരിലും, എൻ്റെ സുഹൃത്തുക്കളിൽ എല്ലാവരിലും എത്തിക്കണം എന്നൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു നല്ല കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തെ സമൂഹത്തിൽ മുഴുവൻ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഒരു സോഷ്യൽ മീഡിയ വഴി. അതിന് പരമാവധി എല്ലാ കലാകാരന്മാരും ഇതിന് സഹകരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ കലാകാരനെ ഇഷ്ടപ്പെട്ടാൽ, ഈ കലയെ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ നിശ്ചയമായും നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുമെന്ന വിശ്വാസത്തോടെ, കമൻറ്റ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ, ലൈക്ക് ചെയ്യുമെന്ന വിശ്വാസത്തോടെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. നമുക്ക് തുടങ്ങാം. സാറേ നമസ്കാരം. നമസ്തേ. സാറ് പന്തളത്ത് ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് സംഗീതവുമായി ബന്ധപ്പെട്ട്. സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് 35 വർഷം കൊണ്ട് ഈ പ്രസ്ഥാനം പന്തളത്ത് നടന്നു വരുന്നുണ്ട്. ശരി, 35 വർഷമായി. അത് സിൽവർ ജൂബിലി ആഘോഷിച്ചിരുന്നു. ഓക്കെ. ശരത് സാറൊക്കെ ഇവിടെ വന്നാണ് നമ്മുടെ തമ്പൂരൊക്കെ എടുത്തോണ്ട് പോകാറുള്ളത്. സംഗീത സംവിധായകൻ സംവിധായകൻ. ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടുത്തെ അത് വായിക്കാൻ അറിയാവുന്ന കുട്ടികളെ ഒപ്പം നമ്മൾ വിടാറുമുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. ആ ബന്ധത്തിലാണ് നമ്മൾ സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. 25ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്തതും അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കച്ചേരി ഇവിടെ അതിനോടൊപ്പം നടത്തി. ശരത് സാറിന്റെ. സാറിന്റെ പേരും ബാക്കിയുള്ള വിവരങ്ങളും ഒന്ന് അറിയിക്കാമോ, ഒന്ന് പറയാമോ? എന്റെ പേര് സുരേഷ് ബാബു. പിന്നെ ഞാൻ ആദ്യം പഠിക്കാൻ പോയത് പന്തളത്ത് തന്നെയുള്ള രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ഭാഗവതരുടെ ശിഷ്യനായിരുന്നു. ആദ്യത്തെ ഗുരുവാണ്. ആദ്യ ഗുരു. അതെ. ശരി. സാറ് 2-3 വർഷത്തിന് മുന്നേ സാറിന്റെ സ്ഥാപനം എവിടെയാണ്? പന്തളത്ത് പ്രോപ്പർ സ്ഥലം എന്ന് പറയുന്നു. നമ്മുടെ കുറുന്തോട്ടം പാലം, ആ പാലത്തിന്റെ സൈഡിലായിട്ട്, അതായത് പന്തളത്ത് ജംഗ്ഷനിൽ തന്നെ കുറുന്തോട്ടം പാലത്തിന് അരികിലായിട്ടുള്ള ബിൽഡിങ്ങിലാണ് സ്ഥാപനത്തില്. എത്ര വർഷമായി താൻ ഈ സ്ഥാപനം നടത്തി വരുന്നു? 35 വർഷമായി ഈ സ്ഥാപനം നടത്തി വരുന്നു. വേറെ എവിടൊക്കെ സ്ഥാപനങ്ങളുണ്ട്? ആകെ ഒറ്റ സ്ഥാപനമേ ഉള്ളൂ. സാർ നിരവധി സ്റ്റേജുകൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടല്ലോ. അതെ. അത് എന്ത് വാദ്യോപകരണങ്ങളാണ് സാർ കൈകാര്യം ചെയ്യുന്നത്? നമ്മള് ഏതാണ്ട് ഒരു 10,000-ഓളം സ്റ്റേജ് സാറ് നാളുകളായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതുപോലെ 20,000-ന് മുകളിൽ കുട്ടികൾ എനിക്ക് ശിഷ്യരായിട്ടുണ്ട്. അത് വലിയൊരു അഭിമാനം തരുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും. സാർ ഏതൊക്കെ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഞാൻ ഒട്ടുമിക്ക വാദ്യങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിന്റെ പൂർണ്ണതയില്
ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അല്ല എങ്കിൽ പോലും സാധാരണ ഒരു അധ്യാപകരും സംഗീതാധ്യാപകരും മറ്റു വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരവധി ആൾക്കാരെ നമുക്കൊക്കെ കാണാം. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായി നിരവധി വാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപകനാണ് സാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഏതൊക്കെ വാദ്യോപകരണങ്ങൾ മറ്റു കുട്ടികളെ പഠിപ്പിക്കാനുള്ള വൈദഗ്ധ്യം ഉണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാനിതെല്ലാം തന്നെ ഓരോ ഗുരുക്കന്മാരുടെ അടുക്ക പോയി അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ പഠിപ്പിക്കാറുള്ളത്. അതെ, അല്ലാതെ നമ്മൾ തന്നെത്താനെ പഠിക്കുന്നതല്ല. അതെ. അങ്ങനെ ആദ്യമായിട്ട് ഹാർമോണിയമായിരുന്നു സാർ ആദ്യം അഭ്യസിച്ചത്. അത് മുൻ പറഞ്ഞ നമ്മളുടെ ഭാഗവതർ സാർ രാമേന്ദ്രൻ സാറിന്റെ ശിക്ഷണത്തിലാണ് അതും അഭ്യസിച്ചത്. അതെ. തുടർന്ന് കീബോർഡ്. കീബോർഡ് ഒരുപാട് അധ്യാപകരുടെ അടുക്ക പോയി പഠിക്കേണ്ടി വന്നു. കാരണം എല്ലാം ഈ അന്നത്തെ കാലത്ത് കൂടുതൽ ഈ വെസ്റ്റേൺ മ്യൂസിക്കുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ കുറവായിരുന്നു ആൾക്കാർക്ക്. ശരി. അപ്പൊ അത് അറിയുന്നതിന് വേണ്ടി ഒരുപാട് അതിന് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അറിയണം, എനിക്കത് പഠിക്കണം. അപ്പം അങ്ങനെ ഒരുപാട് അധ്യാപകർ സാറിന്റെ ഒരു ജീവിത എന്താ പറഞ്ഞേ, നമുക്കൊരു ജീവിത ഉപാധി അല്ലാതെ തന്നെ സാർ ഇതൊരു ജീവിത വ്രതമാക്കി സംഗീതത്തെ കൊണ്ടു നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും. അല്ലേ? തീർച്ചയായും. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ഒരു ദിവസം തന്നെ പല ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്യുന്നത് അല്ലേ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാർ ആ നിമിഷം തന്നെ അടുത്ത ആളുടെ അടുക്കലേക്ക് പോയി അവരുടെ ആ ഭാഷ അതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. ഞാൻ ദിവസവും 12 മണിക്കൂർ എങ്ങനെ പോയാലും എല്ലാ ദിവസവും 12 മണിക്കൂർ സംഗീതത്തിലാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. ഒപ്പം അതുപോലെ തന്നെ ചില ദിവസങ്ങളിലെ 12 മണിക്കൂർ പ്രാക്ടീസിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ഓരോ ഇൻസ്ട്രുമെന്റുകളിലും ആയിട്ടുള്ള പൊരുത്തമുണ്ട്. തീർച്ചയായിട്ടും അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ അത് എനിക്ക് ഒരു തടസ്സമാകുന്നില്ല. സാറ് ഈ മെയിൻ ആയിട്ട് സ്റ്റേജുകളിൽ പ്രോഗ്രാം ചെയ്യുന്ന വയലിനാണോ പാട്ടാണോ അത് സംഗീതമാണോ? ഞാൻ പ്രധാനമായിട്ട് ചെയ്യാന്ന് പറയുന്നത് കീബോർഡാണ്. ഒപ്പം വയലിന് അങ്ങനെ എല്ലാം പറയാൻ പറ്റില്ല. അവസരങ്ങൾക്ക് അനുസൃതമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. സാറ് എത്ര വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്? ഞാന് ഏതാണ്ട് 100 ഇൻസ്ട്രുമെന്റ്സോളം അടുത്ത് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാല് ഇത്രത്തോളം കൈകാര്യം ചെയ്യുന്ന ഒരു ചുരുക്കമാണ്, ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ചുരുക്കമാണ്. ഇത് എങ്ങനെ കാണുമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും. അതിലെന്തൊക്കെയാണ് നമ്മൾ പറയാമോ? പ്രധാനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സുകളെല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. അതായത് കീബോർഡ്, വയലിന്, ഗിറ്റാറ്, ഫ്ലൂട്ട്, നാദസ്വരം, പിന്നെ ക്ലാർനെറ്റ്, വീണ, ഗിറ്റാറ്, സന്തൂറ്, അങ്ങനെ നിരവധി ഇൻസ്ട്രുമെന്റ്സുകൾ വായിക്കുന്നുണ്ട്. പിന്നെ ഉക്കലേലിയുണ്ട്, മാൻഡലിനുണ്ട്, ഇടയ്ക്ക് പാട്ട് വായിക്കുന്നുണ്ട്. പിന്നെ ബേസ് ഗിറ്റാറുണ്ട്, അക്കോർഡിയനുണ്ട്. പിന്നെ പറഞ്ഞെടുക്കാം. ഏകദേശം 100 തബല, മൃദംഗം, ഇതൊരു എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അതിശയകരമായ കാര്യം തന്നെ. സാറത് എന്നോടിപ്പം ആദ്യം സൂചിപ്പിച്ചു, വീഡിയോയ്ക്ക് മുന്നേ സൂചിപ്പിച്ചു, ഇങ്ങനെ എടുക്കണോ എന്ന് പറയുന്നു. സാറേ ഇത് അറിഞ്ഞിരിക്കണം, നമ്മുടെ സമൂഹം അറിഞ്ഞിരിക്കണം. സാർ എന്നോട് ആദ്യം പറഞ്ഞു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണ്ട എന്ന് പോലും പറഞ്ഞതാണ്. പക്ഷെ എന്നാലും മനസ്സിലാക്കേണ്ട ഒരു സമൂഹം മനസ്സിലാക്കണം. സാറിനെ പോലെ ഒരു വ്യക്തിയെ സമൂഹം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് ഒരു മുൻവിധി ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. സന്തോഷം സാർ. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. നമ്മൾക്ക് ആദ്യം ഒരു കീബോർഡ് കിട്ടാൻ ഒരു ചെറിയൊരു SA1 എന്ന് പറഞ്ഞ ഒരു കീബോർഡുണ്ട്. പണ്ട് കാഷ്യോ കമ്പനിക്കാർ ഇറക്കിയ ഒരു ചെറിയൊരു ടോയ് കീബോർഡ്. അപ്പൊ അത് കിട്ടാൻ തന്നെ നമ്മൾ കുറച്ച് ഒരു കാലം ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അതിൽ നിന്നിപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറഞ്ഞു,
ആക്രി കിടക്കുന്ന പോലെ കിടക്കും അവരുടെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ശരി. അതേപോലെ സത്യം പറഞ്ഞ എല്ലാം അത് ഇത് സമ്പുഷ്ടമായിരിക്കും ഈ ഇൻസ്ട്രുമെന്റ്സുകളാല്. അതെ. അപ്പൊ അതിന് നടുവിലാണ് നമ്മുടെ ലൈഫ് മൊത്തം, ജീവിതം മുഴുവൻ. കാരണം മക്കള് രണ്ടുപേരുണ്ട്, ആൺകുട്ടികളാണ്. ഒരാള് സരികേഷ്, ഒരാള് സംഗീത്. സരികേഷ് കീബോർഡ് വായിക്കുന്നുണ്ട്, സംഗീത് ഗിറ്റാറിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഗിറ്റാറിൽ മാത്രമായിട്ടാണ്, അതിൽ തന്നെയാണ് കോൺസെൻട്രേഷൻ. അദ്ദേഹത്തിന് ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നുണ്ടോ? പ്രോഗ്രാം ചെയ്യുന്നു, രണ്ടുപേരും പ്രോഗ്രാം. സഹധർമ്മിണി ദീപ അദ്ദേഹം എന്തെങ്കിലും കല അതേ മാത്രമല്ല സാറിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലെ? സാറിന് എല്ലാ നല്ല നന്മകളും നേരത്തെ. പിന്നെ അച്ഛനാണ് എന്നെ ഈ വെഴുത്തിരിയിലേക്ക് കൊണ്ടുപോയത്. അച്ഛന് പഠിക്കണം ഏതെങ്കിലും കലയുമായി ബന്ധമുണ്ടോ? മൃദംഗമൊക്കെ വായിക്കുമായിരുന്നു ചെറിയ രീതി, അല്പത്തിൽ അങ്ങനെ. പിന്നെ ഒരു നടനും ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അച്ഛൻ കാരണമാണ് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ. അതെ, തീർച്ചയായിട്ടും. അല്ലെ? തീർച്ചയായും അതിനൊരു ചുവടുവയ്പ് അച്ഛനാണ്. തീർച്ചയായിട്ടും. ഓക്കെ. മ്യൂസിക്കില് ഇതെങ്ങനെ പാടാവുന്നതാണ്. അപ്പൊ ഇതിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ലോക രാജ്യങ്ങളിലെല്ലാം എത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സത്യം പറഞ്ഞ ഇത് പഠിച്ചത്. ഇന്ത്യൻ മ്യൂസിക് അങ്ങനെ ആരും എത്തിച്ചതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. അതായത് ഇന്ത്യൻ മ്യൂസിക് അങ്ങനെ പല ലാംഗ്വേജിൽ, പല മ്യൂസിക് ലാംഗ്വേജിൽ പാടി ചരിത്രം ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഈ സെയിം തന്നെ ഈ വർണ്ണം തന്നെ അത് യൂറോപ്യൻ മ്യൂസിക്കിൽ എങ്ങനെ ഇരിക്കുന്നു. ശരി. Mi mi re re do do re re mi mi re re do re mi re do re do do re mi su mi re do re mi su mi mi re mi re re do la do re mi su la do la do la la su mi re mi su mi su do la la do la do la la su mi la su mi re do mi su do la do la do re do mi re do la do re la do la mi re do re mi re do re do mi do re do la do re mi su la mi su la do re mi re mi do la do su la do re mi do la su mi re do re. മോഹനരാഗവർണ്ണം എല്ലാ സംഗീതം പഠിക്കുന്നവർക്കും അറിയാവുന്ന ഒരു വർണ്ണമാണ്. ഈ വർണ്ണം നമ്മളെ ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ട് നമ്മൾ ആ വർണ്ണം പാടാം. ഇംഗ്ലീഷ് ലെറ്റർ കൊണ്ട്.
ഈ വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്തതിൽ എന്തെങ്കിലും അനുമോദനങ്ങളോ അവാർഡുകളോ ലഭിച്ചിട്ടുണ്ടോ? നിരവധി ഇന്റർനാഷണൽ അവാർഡുകൾ ഉൾപ്പെടെ ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. 2019 തമിഴ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് അവര് തരികയുണ്ടായി. ഓ ശരി ശരി. 25 ഇൻസ്ട്രുമെന്റ്സ് ഒരേ രീതിയിൽ വായിച്ചിരിക്കും. ശരി, സന്തോഷം. നമുക്കൊന്ന് കാണാൻ സാധിക്കുമോ ആ ഡോക്യുമെന്റ് അച്ചീവ്മെന്റ്? താന്റെ അറിവിൽപ്പെട്ടിടത്തോളം നിരവധി അനുമോദനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് 1-2 ഓർമ്മയിലുള്ളത് പറയാമോ? രവീന്ദ്രനാഥ് ടാഗോർ ഇന്റർനാഷണൽ അവാർഡുണ്ടായിരുന്നു. അതെവിടെ വെച്ച് ലഭിച്ചു? തിരുവനന്തപുരത്ത്. ആരാണ് നമുക്ക് നൽകിയത്? സ്ഥാനം നൽകിയത് മന്ത്രിയായിരുന്നു. ശരി, നമ്മുടെ കേരള സർക്കാരാണ് നൽകിയത്. സർക്കാരിന്റെ ഒരു അനുമോദന ചടങ്ങായിരുന്നു അല്ലേ? മീഡിയ വിഷൻസ് കേരള മന്ത്രി സംയുക്തമായിട്ട് നൽകിയത് അവാർഡുകളുണ്ട്. ഏകദേശം എത്ര അനുമോദനങ്ങൾ അല്ലെ എത്ര അവാർഡുകൾ സാറിന് നാളിതുവരെയായി ലഭിച്ചിട്ടുണ്ടെന്നൊരു ലളിതമായി പറയാമോ? സാറിന്റെ അറിവിൽപ്പെട്ടത്, ഓർമ്മയിലുള്ള ലഭിച്ചിട്ടുണ്ട്. സാറേ, ഇപ്പോഴത്തെ സമകാലീന സാഹചര്യത്തിൽ മദ്യം, മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ വളരെയധികം കാണുന്നുണ്ട്. ഇപ്പൊ ഈ സംഗീതം കൊണ്ട് നമുക്ക് എത്രത്തോളം ഇതിൽ നിന്ന് മുക്തമാകാൻ സാധിക്കും? നമ്മള് സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കുഴപ്പം വരാത്ത ഒരു കാര്യമാണ്. അതെ, അതൊരു മറ്റൊരു ലഹരിയാണ്. ലഹരിയാണ് അത്. നമ്മുടെ ശാരീരികമായിട്ട് ഒരു പ്രശ്നവും സൃഷ്ടിക്കാത്ത എല്ലാ സംഗീതത്തിന് ശാരീരികമായിട്ട് ഉത്തേജനം ഉണ്ടാക്കാൻ സാധിക്കും. അതെ, ഉത്തേജനം ഉണ്ടാക്കാൻ പറ്റും. അത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത, ശരീരത്തെ നശിപ്പിക്കാത്ത ഒരു കലയാണ് സംഗീതം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ മുഴുകി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ലഹരി, നമ്മുടെ ശരീരത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, ശരീരത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങളോട് ഉള്ള ആസക്തി ഇല്ലാതാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരു നല്ല കൾച്ചർ രൂപപ്പെടുത്തുക തീർച്ചയായിട്ടും ഒരു സംസ്കാരം. തീർച്ചയായിട്ടും സന്തോഷം. ഇങ്ങനെയൊരു വീഡിയോ നൽകിയതിൽ സന്തോഷം. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പങ്കുവയ്ക്കുകയാണ്. സുരേഷ് ബാബു സാറിന് ഹൃദയം തുറന്ന് നന്ദി അറിയിക്കുന്നു. നന്ദി.